നമസ്കാരം. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പെയിനിനെ എങ്ങനെ ഹീൽ ചെയ്യണമെന്നാണ്. അപ്പോൾ പെയിനിനെ ഹീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും പെയിൻ? കാരണം നമ്മൾക്ക് മറ്റു പല റിലേഷൻഷിപ്സും ബ്രേക്കായിട്ടുണ്ടാവാം. മറ്റു പല സർക്കംസ്റ്റാൻസസിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും വരാത്ത തരത്തിലുള്ള ഒരു പെയിന്, അതായിരിക്കും ഈ ഒരു എനർജി ആക്ടിവേഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അസെൻഷനിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെയും ഫീൽ ആവുന്നത്. എന്തുകൊണ്ടാണ് ഈ പെയിൻ എന്ന് പറയുന്നത്? ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ജന്മങ്ങളായിട്ട് നമ്മളുടെ ഹാർട്ട് ചക്രയിൽ, അത് ഈ ലൈഫ് ടൈമിലെ ആയിരിക്കാം, പല ലൈഫ് ടൈംസിൽ നിന്നും നമ്മൾ ക്യാരി ചെയ്യുന്ന ഹേർട്ട് ട്രോമാസ് ഒറ്റയടിക്ക് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഈ പെയിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറയുമ്പം ഹാർട്ട് ചക്രയുടെ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ ഓരോ ലെയേഴ്സായിട്ടാണ് വരുന്നത്. ഓരോ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്ക് ചെയ്യും, അതായത് ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വരുമ്പോഴത്തേക്ക്, മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പീസിൻ്റെ എനർജിയിൽ, ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് വരും. പിന്നെയും നമ്മൾക്ക് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ പെയിൻ ഫീലായെന്ന് വരാം, അല്ലെങ്കിൽ ഹീൽ ചെയ്തു എന്ന് വിചാരിച്ച പലതരത്തിലുള്ള എനർജീസ് പിന്നെയും സർഫേസിൽ വരാം. അതിൻ്റെ മീനിങ് നമ്മളിൽ എപ്പോഴും ഹീലിംഗ് നടക്കുന്നത് ഓരോ ലെയേഴ്സായിട്ടാണ്. അപ്പോൾ ആ ഓരോ ലെയേഴ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പേർജിങ് നടക്കുമെന്നും ആ ഒരു ഇമോഷണൽ പെയിൻ അതിൻ്റെ ഒരു റീസൺ അറിഞ്ഞോ അറിയാതെ നമുക്ക് സർഫേസിൽ വരുമെന്ന് മനസ്സിലാക്കുക. ഒരു ഡിഫറൻസ് ഇവിടെ കാണും. ആദ്യത്തെ ഒരു ലെയറിൽ നമ്മൾ ഹീൽ ചെയ്യുമ്പം വരുന്ന അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിന് രണ്ടാമത്തെ ആ ഒരു ലെയറിൽ, അല്ലെങ്കിൽ പിന്നെയും ഈ ഒരു പെയിൻ വരുമ്പോൾ നമ്മൾക്ക് വരണമെന്നില്ല. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഹേർട്ടിൻ്റെ ഒരു എനർജീൻ്റെ കോറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്, ഒരു ഫീലിംഗാണ്. ആ ഒരു പെയിനിലേക്ക് കണക്റ്റ് ആവുക. ഒരു ഒബ്സർവറായിട്ടിരുന്നു കൊണ്ട് ഈ പെയിനിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റോറിയിലേക്ക് കണക്റ്റ് ആവാതെ ആ പെയിനിനൊരു പേര് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ റിജക്ഷൻ ആവാം, ഫോർ എക്സാമ്പിൾ ഹേർട്ട്ഫുൾനെസ് ആവാം, ഫോർ എക്സാമ്പിൾ ഹെൽപ്ലെസ്നെസ് ആവാം. അപ്പം ഇങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന പെയിന് എൻ്റെ കോറിൽ എപ്പോൾ തൊട്ടുണ്ട്, അത് മേ ബി ഇന്നർ ചൈൽഡ് വൂൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ആയിരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഗ്രാജുവലി അത് കണക്റ്റായി ഹീൽ ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു.